എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇന്നൊരു എളുപ്പത്തിൽ അടിപൊളി മീൻകറിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇത് കുടംപുളി ചേർത്തുണ്ടാക്കിയ നല്ലൊരു മീൻകറിയാണ്. ഇത് നമുക്ക് വാളൻപുളി ചേർത്തും തയ്യാറാക്കാനായിട്ട് പറ്റും. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഈ കുടംപുളി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായി ഞാനിവിടെ 4 കുടംപുളി നല്ലപോലെ കഴുകിയെടുത്തതാണ്. അത് നമുക്ക് ഈ 3 ഗ്ലാസ് വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ വെള്ളവും കുടംപുളിയൊക്കെ നല്ലപോലെ തിളച്ച് വരണം. ഞാനിവിടെ 1 കിലോ ഓലക്കൊടിയൻ മീനാണ് എടുത്തിരിക്കുന്നത്. ഈ മീൻ നമുക്ക് കറി വയ്ക്കാനൊക്കെ പറ്റിയ മീനാണ്, നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്കായിട്ട് 6 ചെറിയുള്ളി അരിഞ്ഞെടുത്തതാണ്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, ഇത് നല്ല നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി, 2 പച്ചമുളക്, 1 തക്കാളി, കുറച്ചധികം കറിവേപ്പില. ഇനി മീൻകറിയിലേക്കുള്ള മസാലയ്ക്കായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുടംപുളിയൊക്കെ ഇട്ട വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. മീൻകറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ടുള്ള ഉലുവയാണ്, അതും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ എണ്ണയിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുത്തപ്പോൾ നല്ലൊരു സ്മെല്ലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വെക്കാൻ മറക്കരുത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും നമ്മൾ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന മീൻകറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായി നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതിലെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഒന്ന് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പൊടികൾ ചേർത്തിട്ട് നല്ല പോലെ തന്നെ വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ആക്കി വെക്കണം. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. നമ്മുടെ കാശ്മീരി മുളക് പൊടിക്ക് കുറച്ച് വേവ് കൂടുതലാണ്, അതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് ഒരു 2 മിനിറ്റ് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ച പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതൊന്ന് ചെറുതായി ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഈ മീൻ നമ്മൾ നല്ലപോലെ കഴുകിയെടുത്തതാണ്. വിനാഗിരി ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം. ഇനി നമുക്ക് എല്ലാ മീനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കയ്യിൽ വെച്ചിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റാണ് വെള്ളം, മീനിന് മുകളിലാണ് വെള്ളം നിൽക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ വെള്ളം കുറവായി തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് മീനിന് മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടില്ല. നമ്മളത് ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നുകൂടി വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. നമുക്കതൊന്ന് ചുറ്റിച്ചെടുക്കാം. നമ്മൾ മീനിട്ട സമയത്താണ് കയ്യിൽ ഉപയോഗിച്ച് ഇളക്കി കൊടുത്തത്. ഇനി ഇതിലേക്ക് കയ്യിൽ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കാനായിട്ട് പാടില്ല. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കൂടി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ആവുമ്പോൾ നമ്മുടെ മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം.
ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ കറക്റ്റാണ്. പുളി നോക്കിയിട്ട് പുളി കൂടുതലാണെങ്കിൽ ഈ കുടംപുളി എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തക്കാളി മീനൊക്കെ നല്ലപോലെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തിടാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ഉള്ളി കൂടി മൂപ്പിച്ചൊഴിക്കുമ്പോഴാണ് നമ്മുടെ മീൻകറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ അത് കണ്ടില്ലേ, നമ്മുടെ മീൻകറിയിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ല തിക്ക് ഗ്രേവിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ കപ്പയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.